സമാധാന ശ്രമങ്ങൾ ലോകത്തുള്ള മെയിൻ രാജ്യങ്ങളായ USA, റഷ്യ, യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളൊക്കെ കൂടി ഒരു വിധത്തിൽ പറഞ്ഞ് മെരുക്കിക്കൊണ്ട് ട്രംപിനെ ഒന്ന് തണുപ്പിച്ച് സമാധാന ട്രീറ്റിയൊക്കെ ഒപ്പിട്ടു. പക്ഷേ ട്രംപ് സമാധാന ട്രീറ്റി ഒപ്പിട്ടിട്ടോ ഇല്ലെങ്കിലോ ഒന്നും ഇസ്രായേലിനെ ബാധിക്കുന്ന കാര്യമല്ല. അവരുടെ സ്ഥിരം പരിപാടിയായിട്ട് തന്നെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ലേറ്റസ്റ്റായിട്ട് ഇന്നലെയാണ് സമാധാന കരാർ ഒപ്പിട്ടത്. തന്നെയാണ് ഇന്ന് ലബനാനിൽ ഇസ്രായേലിൻ്റെ കനത്ത വ്യോമാക്രമണം, ബോംബും മിസൈലും ഷെല്ലും പരക്കെ ഇട്ടിട്ട് 48 ആൾക്കാർ ഒഫീഷ്യലി ഡെഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു 400 ആളെങ്കിലും മരിച്ചിട്ടുണ്ടാവും. ഒഫീഷ്യലി 48 എന്ന് പറയുമ്പോൾ കണക്കൊന്നും എടുത്തിട്ടുണ്ടാവില്ല. അവർ ഏറ്റവും കുറഞ്ഞ നമ്പേഴ്സേ പുറത്തു വിടുള്ളൂ. അപ്പോൾ ഇസ്രായേലിന് ഈ ലോകത്ത് സമാധാനം വേണ്ട. അവർ പറയുന്ന ഇന്ന് ഇസ്രായേലിൻ്റെ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ അദ്ദേഹവും ഈ ബെഞ്ചമിൻ നെതന്യാഹു ഒക്കെ പറയുന്ന വാർത്താ സമ്മേളനങ്ങൾ കേട്ടാൽ അവർ പറയുന്നത് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും. സുരക്ഷ എന്ന് പറഞ്ഞിട്ട് അവരെ ആരും ആക്രമിക്കുന്നൊന്നുമില്ല, അവരെ ആരും ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഹെസ്ബുള്ള എന്ന് പറഞ്ഞ സാധനം അത് ലബനാനിലാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ലബനാനിൽ ഇവർ വെച്ചങ്ങ് ആക്രമിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ മുന്നേയുള്ള വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു, ലബനാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് ഒരു തരത്തിലും ശത്രുത ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായിട്ടുള്ള രാജ്യമല്ല. മറ്റുള്ള രാജ്യങ്ങൾ പോലെ ഇവർ പറയുന്ന പോലെ ഇറാൻ പോലെ ഒരു ന്യൂക്ലിയർ വികസിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു എടുത്തു പറയത്തക്ക പട്ടാളം പോലും അത്രയും നമ്പേഴ്സിൽ നിന്നുള്ള രാജ്യമല്ല ലബനൻ വളരെ ശാന്തശീലരായ ക്രിസ്ത്യൻ ചർച്ചുകളും ക്രിസ്ത്യാനിറ്റി വളരെയധികം ഉൾക്കൊള്ളുന്ന അവരും മുസ്ലിങ്ങളും ശാന്തതയിൽ രമ്യതയിൽ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് ഇസ്രായേലിൻ്റെ ലാൻഡ് ബോർഡറിൽ വരുന്ന അടുത്ത രാജ്യമാണ്. ഇനി പിടിച്ചടക്കേണ്ടത് അല്ലെങ്കിൽ എളുപ്പത്തിൽ കിട്ടാവുന്നത് ഇതിലെന്താ രസം എന്ന് വെച്ചാൽ സൗതേൺ ലബനാനിലാണ് കൂടുതൽ ആക്രമണം നടക്കുന്നത്. എന്തുകൊണ്ടാണ് സൗതേൺ ലബനാനിൽ ആക്രമണം നടക്കുന്നത്? ഇസ്രായേലിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന, അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ആക്രമിക്കാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പത്തിൽ മിസൈലുകൾ ഇടാൻ പറ്റുന്ന സ്ഥലമാണ് സൗതേൺ ലബനാൻ. അല്ലാണ്ട് ഇവർ പറയുന്നത് പോലെ സൗതേൺ ലബനാനിൽ ഇന്നിപ്പോൾ മരിച്ച 100-200-400 ആളുടെ പേരെടുക്കുന്ന ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ എവിടെ ഹെസ്ബുള്ള മരിക്കുന്നത് ആരാ? സ്കൂളിൽ പോകുന്ന കുട്ടികൾ, വർക്കിന് പോകുന്ന ലേഡീസ്, മാളിൽ പർച്ചേസിന് പോയ സിവിലിയൻസ് ആയിട്ടുള്ള നോർമലായിട്ടുള്ള സാധാരണക്കാർ, ഇതൊക്കെയാണ് മരിക്കുന്നത്. പക്ഷെ ഇതൊരിക്കലും ഇവർ അംഗീകരിക്കാൻ ഈ നമ്മുടെ പ്രിയപ്പെട്ട ഇസ്രായേലോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭരണകൂടമോ തയ്യാറല്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇതിനെപ്പറ്റി പഠിക്കുന്ന ഒരാളെന്ന നിലക്ക് ഈ സമാധാന കരാർ നിലവിൽ വന്നപ്പോൾ തന്നെ, ഈ സമാധാന കരാർ നിലവിൽ വരാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിരുന്നു. കാരണം ആ സമയത്ത് തന്നെയാണ് അമേരിക്കയിലുള്ള മെയിനായിട്ടുള്ള ഒരു 3ഓളം യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു. ലോകത്തിൻ്റെ പല ഭാഗത്തും ആക്രമണം അയച്ചു വിട്ടു. യുക്രൈൻ റഷ്യയിലേക്ക് വളരെ വിപുലമായ ആക്രമണങ്ങൾ സജ്ജീകരിച്ചു. ഇതിൻ്റെ ഒക്കെ അർത്ഥം ഇസ്രായേൽ അശാന്തമാണ്. ഇസ്രായേൽ അശാന്തരെന്ന് വെച്ചാൽ ജ്യൂസിൻ്റെ ഇത് കൺട്രോൾ ചെയ്യുന്ന സോക്കോൾഡ്, ഞാൻ പറഞ്ഞ യുദ്ധം കൺട്രോൾ ചെയ്യുന്ന റോത്ത്ചൈൽഡിൻ്റെ യുദ്ധം കൺട്രോൾ ചെയ്യുന്ന ജൂതന്മാരുടെ തലവന്മാർ അവരിങ്ങനെ വിരളി പൂണ്ടിരിക്കുകയാണ്. അവരുടെ ആ കോപം, ആ ഒരു അഗ്നിയാണ് നമ്മൾ കണ്ട ലോകത്തിന് ഈ സമാധാന കരാർ വരാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർക്ക് വിരളി പൂണ്ടിട്ടാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും അവരുടെ സാറ്റലൈറ്റ് കൺട്രോളിലുള്ള വിമാനങ്ങൾ പൊട്ടിത്തെറിക്കുന്നു, റിഫൈനറികൾക്ക് തീ പിടിക്കുന്നു, ആക്രമണങ്ങൾ, കാരണമില്ലാത്ത ആക്രമണങ്ങൾ, അഡ്രസ്സില്ലാത്ത ഊരും പേരുമില്ലാത്ത ഡ്രോണുകളും മിസൈലുകളും പല ഭാഗത്തും പൊട്ടിത്തെറിക്കുന്നു. അശാന്തമാണ്, ജൂതർ അശാന്തരാണ്. അപ്പോൾ നമുക്ക് ജെ ഡി വാൻസ് എല്ലാവർക്കും അറിയാലോ, അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് JD വാൻസ് പറഞ്ഞ ഒരു വാർത്താ സമ്മേളനം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കാൻ മതി. What I will say, and this does bother me, is that you've seen people within Bibi's cabinet who have come out and attacked the deal and in some ways very personally attacked the president. അതായത് നെതന്യാഹുവിൻ്റെ ക്യാബിനറ്റിലുള്ള ചില ആൾക്കാർ ട്രംപിനെയും അമേരിക്കയുടെ വൈറ്റ് ഹൗസിനെയും വളരെ മോശമായ രീതിയിൽ
സംസാരിക്കുന്നത് ചില മീഡിയാസിൽ കാണാനിടയായെന്നും ഇത് വളരെ മോശമായ ഒരു പ്രവണതയാണെന്ന് പറഞ്ഞാണ് ജെ ഡി വാൻസ് തുടങ്ങുന്നത്. ജെ ഡി വാൻസ് ഈസ് വാർണിംഗ് ബെഞ്ചമിൻ നെതന്യാഹുസ് അഡ്മിനിസ്ട്രേഷൻ നോട്ട് ടു മെസ് അറൗണ്ട് വിത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെയിങ് ദാറ്റ് മേ എൻഡ് അപ്പ് ലോസിങ് എവറിത്തിങ്. അതായത് ഇപ്പോൾ ലോകത്ത് And I guess my message to them would be twofold. Number one, Donald J. Trump is the only head of state in the entire world who is sympathetic to the nation of Israel at this moment in time. And he happens to be the head of state of the world superpower. If I was in the cabinet of the Israeli government, I might not be attacking the only powerful ally that I have anywhere left in the entire world. What I will say, and this does bother me, is that you've seen people within Bibi's cabinet who have come out and attacked the deal and in some ways very personally attacked the President of the United States. ഇവര് ജെ ഡി വാൻസ് വ്യക്തമായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഡോണ്ട് മെസ് വിത്ത് യു എസ്. അതായത് ഇന്ന് ലോകത്ത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു രാജ്യം യു എസ് എ ആണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ റഷ്യ സപ്പോർട്ട് ചെയ്യുന്നില്ല, ചൈന സപ്പോർട്ട് ചെയ്യുന്നില്ല, യൂറോപ്യൻ യൂണിയനിലെ ഒരാൾക്കും ഇവന്മാരെ ഇഷ്ടമല്ല. അതാണ് സത്യം. യൂറോപ്യൻ യൂണിയനിലുള്ള ഇറ്റലി ആയിക്കോട്ടെ, സ്പെയിൻ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ ചെറിയ രാജ്യങ്ങളായ ഹംഗേറി ആയിക്കോട്ടെ, ഓസ്ട്രിയ ആയിക്കോട്ടെ, റൊമാനിയ ആയിക്കോട്ടെ, ചെക്ക് റിപ്പബ്ലിക് ആയിക്കോട്ടെ, പോർച്ചുഗൽ ആയിക്കോട്ടെ, ഇപ്പം ആർക്കും ഇസ്രായേലിൻ്റെ ഈ ആക്രമണ സ്വഭാവത്തെ അങ്ങനെ പറയാം. അല്ലാതെ ഇതിൽ വംശീയമായ അധിക്ഷേപമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഈ എന്തിനേയും ഏതിനെയും ആക്രമിക്കുക, അല്ലെങ്കിൽ അക്രമത്തിലൂടെ ശാന്തി. ഈ ബിബി എന്ന് പറയുന്ന നെതന്യാഹുയുടെ, നമ്മുടെ ബെഞ്ചമിൻ ഈ ഇസ്രായേലിൻ്റെ ഹെഡിൻ്റെ ഏറ്റവും വൃത്തികെട്ടൊരു പരാമർശം പല ഇതിലും അദ്ദേഹം പറയുന്നത്, ഞാൻ ലോകത്ത് ശാന്തി കൊണ്ടുവരും യുദ്ധത്തിലൂടെയാണ്. ഏറ്റവും ബാലിശമായ, ഏറ്റവും വിഡ്ഢിത്തരമായ ഒരു പരാമർശമാണത്. അയാൾ പറയുന്നത്, അയാളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇതുകൊണ്ടാണ് പറയുന്നത് ജൂതരുടെ മെൻറ്റാലിറ്റി, ചിന്താഗതി റോങ് ആണെന്ന് പറയാനുള്ള കാരണം, ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ശാന്തി വേണമെങ്കിൽ യുദ്ധം വേണം. അതായത് ഇവരെ നാളെ ആക്രമിക്കാൻ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇവരെ ആരെങ്കിലും ആക്രമിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട്, ഇവർ ജ്യോത്സ്യന്മാരെ പോലെ ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവരങ്ങ് ആക്രമിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ കഥ. ഇപ്പം ലോകത്തിലുള്ള എല്ലാവരും ചർച്ച ചെയ്ത് എല്ലാ ആംഗിളിലും ചർച്ച ചെയ്തുകൊണ്ട് ഇവർ ഈ ഒരു സമാധാനം പുലരട്ടെ എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നിട്ട് പീസ് ഡീൽ ഒപ്പിടാൻ വന്നിരിക്കുന്ന സമയത്ത് എത്രയോ വർഷം കഴിഞ്ഞിട്ട് ലബനാൻ ഇവർക്ക് ഭീഷണിയാകുമെന്ന് പേടിച്ചുകൊണ്ട് ഇവരുടെ ബോർഡറുകൾ വികസിപ്പിക്കാൻ വേണ്ടി സൗതേൺ ലബനാനിൽ ബോംബിട്ട് നശിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വാർത്തയിൽ കറക്റ്റ് പറയുന്നത്, ജെ ഡി വാൻസ് വാണ്ട് ബെഞ്ചമിൻ നെതന്യാഹുസ് അഡ്മിനിസ്ട്രേഷൻ നോട്ട് ടു മെസ് അറൗണ്ട് വിത്ത് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെയിങ് ദാറ്റ് ദേ മേ എൻഡ് അപ്പ് ഇൻ ലോസ് എവറിത്തിങ്. അക്കോർഡിംഗ് ടു ദ ബ്രിക്സ് ന്യൂസ്, ദിസ് സിഗ്നൽസ് റൈസിംഗ് ടെൻഷൻ ഇൻ ദ യൂണിപോളാർ അലയൻസ് ആസ് മൾട്ടിപോളാർ പ്രഷർ അമൗണ്ട്സ്. സോ ഈസ് എ സീരിയസ് പോളിസി ഷിഫ്റ്റ് ഓർ ടഫ് ഡിപ്ലോമാറ്റിക് ടോക്ക്. അതായത് ജെ ഡി വാൻസ് ഒക്കെ എപ്പോഴും ഇസ്രായേൽ കി ജയ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതായത് അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റ് ആണെങ്കിലും ട്രംപിനെ പോലും ഈ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് ഈ നമ്മുടെ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരാൾ ഇവനെയാണ്, ജെ ഡി വാൻസിനെയാണ്. ഈ ജെ ഡി വാൻസും അതുപോലെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റെ ഹെഗ്സത്ത്, ഈ ജെ ഡി വാൻസും പീറ്റെ ഹെഗ്സത്തും ട്രംപിനേക്കാൾ കൂടുതൽ ഈ ബിബിയുമായിട്ട് ബന്ധമുണ്ട്. ഇസ്രായേൽ ശരിക്ക് ഇസ്രായേലിൻ്റെ കൈക്കൂലി കൊടുക്കുന്ന പേറോളിലുള്ള ആൾക്കാരാണെന്ന് വേണം ഇവരെ പറയാൻ നമുക്ക്. കാരണം ഇവരാണ് ഇസ്രായേലിന് വേണ്ടി കാര്യങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ വരെ ഇസ്രായേലിനെതിരെയാണ് പറയുന്നത്. ഇവർ പറയുന്നത് ഇസ്രായേൽ വളരെ സൂക്ഷിച്ചോളണം. കാരണം ഇവർ പറഞ്ഞ് പ്രസിഡന്റ് ട്രംപിനെതിരെയും വൈറ്റ് ഹൗസിനെതിരെയാണ് സംസാരിക്കുന്നത്. നാളെ ഇനി ഈ സംഭവത്തിന്മേൽ ഇനി വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമേ ഇരിക്കാതെ എന്ന് തന്നെ വ്യക്തമായിട്ട് പറയുകയാണ് ജെ ഡി വാൻസ്. അതുപോലെ തന്നെ ട്രംപിൻ്റെ ഒരു വാർത്താ സമ്മേളനം വന്ന് വളരെ ശ്രദ്ധേയമായ ഒരു വാർത്താ സമ്മേളനമാണ്. അതിൽ ട്രംപും പറയുന്നത് ഈ ഒരു ആംഗിളിൽ തന്നെയാണ് ട്രംപും സംസാരിക്കുന്നത്. Praise be to Allah. Look, think of what Israel's getting. They're not going to be nuked. It's very simple. I told Bibi, your biggest risk was that they'd drop a nuclear weapon into the middle of Israel. They'd only need one. And there would be no more Israel. Think of it, baby. You got the best, the most important thing that you were asking for is that. Praise be to Allah. ഇയാൾ പറയുന്നത് വ്യക്തമായിട്ട് പിന്നെ ഇയാളെ വർത്താനം ഇന്ന് പറയുന്നതല്ല നാളെ പറയാം, മാറ്റി പറയും, അത് വേറെ വിഷയം. പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഇയാൾ പറയുന്നത് ഞാനില്ലെങ്കിൽ, ട്രംപ് എന്ന് പറയുന്നത് ഞാനില്ലെങ്കിൽ
ഈ ഇസ്രായേൽ ഇന്നിവിടെ ജീവിച്ചിരിപ്പുണ്ടാവില്ല. കാരണം ഇനി നമ്മുടെ ഇറാന് അവിടെയുള്ള എല്ലാ മിസൈലുകളും ബോംബുകളും കൊണ്ടുവന്ന് വർഷിച്ചിട്ട് ഇവരെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ടാവും ഞാനില്ലെങ്കിൽ എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. JD വാൻസ് തന്നെ വേറൊരു ഇതിൽ പറയുന്നത് ഇസ്രായേലിൻ്റെ ക്രിറ്റിസിസം. Yeah, well, I don't want to get into hypotheticals that could torpedo the deal because I think the president's expectation. JD വാൻസ് തന്നെ പറയുന്നുണ്ട് ഇവർ ഈ ഒരു സ്റ്റൈലിലാണ് പോകുന്നതെങ്കിൽ അധികകാലം നിൽക്കില്ല. അമേരിക്ക തന്നെ പാളയത്തിലെ പടാന്ന് പറഞ്ഞ പോലത്തെ സ്ഥിതിയിലേക്കാണ് പോകുന്ന കാര്യങ്ങൾ. അതായത് ഇതേ രീതിയിലാണ് ഇവന്മാരെ അടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഇവർ ലബനാനിലേക്കുള്ള ആക്രമണം നിർത്തുന്നില്ലെങ്കിൽ ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാൻ ഞങ്ങൾ തന്നെ ഇറങ്ങേണ്ടി വരുന്നുള്ള രീതിയിലാണ്. അതിനിടയ്ക്ക് നെതന്യാഹു ബിബി ഒരു വാർത്താ സമ്മേളനം അതിനിടെ നിങ്ങളാരും ഞങ്ങൾക്ക് വേണ്ട, മനസ്സിലായില്ലേ? നിങ്ങളാരും ലോകത്തുള്ള ഒരു രാജ്യങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരം ഇനിയും തുടരും. അവർ അവരുടെ രീതിയിൽ പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും, കുടുംബം സംരക്ഷിക്കാൻ ജോർജ് കുട്ടി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ് ബിബിയുടെ പ്രസംഗം. No decision by any international forum will stop Israel from defending itself. അതായത് നോ എമൗണ്ട് ഓഫ് പ്രഷർ, ഒരു തരത്തിലുള്ള പ്രഷറും ഇസ്രായേലിനെയോ എന്നെയോ ലബനാനിനെ ആക്രമിക്കൽ നിന്ന് തടയാൻ പറ്റില്ല. കാരണം ഇത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അതായത് ലബനാൻ ഇങ്ങോട്ടൊന്നും ആക്രമിക്കുന്നൊന്നുമില്ലേ, എന്നാലും ഇവർ അങ്ങോട്ട് ആക്രമിച്ചിട്ട് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ജൂതരാജ്യമായ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും കയറി അങ്ങോട്ട് ബോംബിടും, അങ്ങോട്ട് കൊല്ലും. എന്നിട്ട് ആരെങ്കിലും ചോദിക്കാൻ പോയാൽ പറയും അവൻ എന്നെ ആക്രമിക്കും, അതുകൊണ്ട് ഞാൻ അവനെ കൊന്നതാണ്. ഒരു ഉളുപ്പുമില്ലാണ്ട് പറയും ഇവർ. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ട്രേഡ് മാർക്ക്. അപ്പോൾ സോറി, എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് വീഡിയോ ഇടില്ലല്ലേ, അത് കേട്ടാൽ കറക്റ്റ് മനസ്സിലാകുന്നത്. No decision by any international forum will stop Israel from defending itself. As the Prime Minister of Israel, the one and only Jewish state, I pledge here today from Jerusalem on this Holocaust Remembrance Day. If Israel is forced to stand alone, Israel will stand alone. I say to the leaders of the world, കുറച്ചും കൂടിയും ഇമോഷണലായിട്ടാണ് ബിബിയുടെ പ്രതികരണം. അതായത് ഹോളോകോസ്റ്റ് ഡേ ആയ ഇന്ന് ഞാൻ ഇവിടെ ജെറുസലേമിൽ നിന്നുകൊണ്ട് ഹോളോകോസ്റ്റിൻ്റെ ദിനമായ ജൂതന്മാരെ കൂട്ടക്കൊല നടത്തിയ ഹോളോകോസ്റ്റിൻ്റെ ദിനമായ ഇന്ന് ഇവിടെ ജെറുസലേമിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഞാനിതാ പറയുകയാണ്, ഈ ലോകത്തുള്ള ഒരു നേതാവും ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിലും, ഒരു രാജ്യവും ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം നിൽക്കുകയും മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കാനും അവരെ ഇങ്ങോട്ട് ആക്രമിക്കുന്നത് തടയാൻ വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും, അതിനേതറ്റം വരെയും പോകുമെന്ന് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇയാൾ പറയുന്നത്. പിന്നെ എങ്ങനെ യുദ്ധം നിൽക്കുക? ആഫ്റ്റർ ട്രംപ് ക്രിറ്റിസൈസസ് ഇസ്രായേൽ സ്ട്രൈക്സ് ഓൺ ബെയ്റൂട്ട്, നെതന്യാഹു റെസ്പോൺസ്, നോ എമൗണ്ട് ഓഫ് പ്രഷർ ക്യാൻ സ്റ്റോപ്പ് ഇസ്രായേൽ ഫ്രം ഡിഫെൻഡിങ് ഇറ്റ്സെൽഫ്. ഇഫ് ദ ഇസ്രായേൽ ഈസ് ഫോഴ്സ്ഡ് ടു സ്റ്റാൻഡ് അലോൺ, ഇസ്രായേൽ വിൽ സ്റ്റാൻഡ് അലോൺ. അതായത് ആരും ഇനി അമേരിക്കൻ പ്രസിഡൻ്റ് അല്ല, അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ മുത്തച്ഛൻ വരെ വന്നാലും ആ രീതിയിൽ തന്നെയാണ് നെതന്യാഹു വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡൻ്റില്ല, ലോകത്തുള്ള ഏത് മറ്റേടുത്ത പ്രസിഡൻറ്റ് വന്നിട്ട് പറഞ്ഞാലും ഇസ്രായേൽ ഈ അടി നിർത്താൻ പോകുന്നില്ല. കാരണം ഇത് ഇസ്രായേലിൻ്റെ രാജ്യത്തിൻ്റെ, ലോകത്ത് ഒരേ ഒരു ജൂതരാജ്യമായ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യകതയാണ് ഈ യുദ്ധം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ആക്രമിക്കുന്നത്. അത് ഇതൊക്കെ പറയണമെങ്കിൽ, നിലനിൽപ്പിൻ്റെ സംഭവം എന്ന് പറയണമെങ്കിൽ ഇത് എന്തെങ്കിലും ചെയ്യണം, ഇവർ എന്തെങ്കിലും തരത്തിലുള്ള ഇവർ പറയുന്നത് പോലെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇങ്ങോട്ടേക്ക് ഉണ്ടാവണം. ഇവരെ ആരെങ്കിലും ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരുടെ നിലനിൽപ്പിന് ഭീഷണി ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് നമുക്ക് അംഗീകരിക്കാം. ഇതിവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവരെ ഒരു എന്താ പറയുന്നത്, ഇവരെ ഒരു കഥ പോലെ, ഇവരുടെ ഇമാജിനേഷനാണ്. നാളെ ഇവരെ ആക്രമിക്കാം, ഇവരുടെ പിന്നിൽ ഇന്ന ആൾക്കാരുണ്ടാകാം, അതുകൊണ്ട് ഞങ്ങളങ്ങ് ആക്രമിച്ച് ഇവരെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നുള്ളൊരു സ്റ്റൈലാണ് ഇവർ തുടരുന്നത്. ഏറ്റവും വലിയ അടുത്ത ഏറ്റവും ട്രംപ്, ഇയാളെക്കാട്ടിയും വലിയ ഒരുത്തരാണ് നമ്മൾ മറ്റേ ഇവൻ, അയാളുടെ പേര് ഞാൻ മറന്നു, ഇച്ചങ്ങായി. അതമല്ല ശാലേ സാമാനെ മാനെ ഹൊസ്പതി כלבנון. לא לתת לאוכלוסייה בדרום לבנון לחזור, זה מסכן את החיילים שלנו, זה מסכן את התושבים שלנו. אסור לנו לתת להם לחזור לגבולות, לחזור למה שהיה לפני 7 באוקטובר. ואנחנו חייבים להמשיך.
ഇതിൻ്റെ കഥ പറഞ്ഞത്. അതായത് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വി കനോട്ട് സ്റ്റോപ്പ് ഡിമോളിഷിങ് ഹൗസസ് ഇൻ സദേൺ ലെബനോൺ. സദേൺ ലെബനോണിലുള്ള ആക്രമണം നിർത്തിവെച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷവും മുന്നോട്ട് പോകാൻ പറ്റില്ല. വിൽ ഇസ്രായേൽ ഹോൾഡ് അപ്പ് ഇറ്റ് ആൻഡ് പീസ് ഡീൽ ബിറ്റ്വീൻ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്ററാണ് ഇദ്ദേഹം നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്ററാണ് ഇസ്രായേലിൻ്റെ. ഇത്താമർ ബെൻ ഗിവിർ എന്നാണ് പേര്. അദ്ദേഹം പറയുന്നത് ലെബനാനെ ഒരു നിമിഷം പോലും ആക്രമിക്കാതെ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ലെബനാൻ, സൗതേൺ ലെബനാനിലെ എല്ലാ വീടുകളും ആക്രമിച്ച് ഒഴിപ്പിച്ച്, അതായത് ചുരുക്കി പറയാൻ വെച്ചാൽ സൗതേൺ ലെബനോനെ ഒരു തരിച്ച് ഭൂമിയാക്കിയിട്ട് ഞങ്ങളിങ്ങ് എടുക്കുക. നമ്മളെ ഇയാൾ തൃശ്ശൂർ അയാൾ പറയുന്ന പോലെ സദേൺ ലെബനാൻ ഞാനിങ്ങ് എടുക്കുക, ആരും ഒന്നും ചോദിക്കണ്ട എന്നോട്. ഇതാണ് ഇവരുടെ, നമ്മൾ പല തിയറികളിലും പറഞ്ഞ പോലെ ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോഴല്ല, അതൊരു 100 വർഷം കഴിഞ്ഞാൽ അവർ പ്രാബല്യത്തിൽ വരുത്താൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള പണി എടുത്തുകൊണ്ടിരിക്കുക ഇവർ. നമ്മൾ നാളെ കൊയ്ത്ത് ഇടണമെങ്കിൽ അതിന്ന് വിത്ത് പാകണമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവർ ആക്രമിക്കുവാങ്ങ് ലെബനാനെ. ഇപ്പോൾ ഇയാൾ പറഞ്ഞില്ലേ, ഈ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ പറഞ്ഞ സംഭവം എന്താണ്, ലെബനാനിലുള്ള എല്ലാ വീടുകളും ആക്രമിക്കാതെ ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല. കാരണം സൗതേൺ ലെബനാൻ കാലിയാക്കിയിട്ട് സദേൺ ലെബനാനിൽ ആ സ്ഥലം കയ്യേറലാണ് ഇവർ അജണ്ട. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ രാജ്യത്തേക്ക് പോകും. അതിനുള്ള ന്യായീകരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ലോകത്തിലുള്ള ഒരേ ഒരു ജൂതരാഷ്ട്രമായ ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിക്കാൻ ശത്രുക്കൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ബോംബിടും. ഇതൊരു ഇവരുടെ ഒരു കൺസെപ്റ്റാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞു, ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ തകർന്നടിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ പൊതുവെ ഉണ്ടായിരുന്നൊരു ജനവികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതനാണ് ഇതിൻ്റെ പിറകിൽ. ജൂതർക്കെതിരെ വംശീയമായിട്ടുള്ള ഒരു ഉന്മൂലനത്തിൻ്റെ സ്വരമായിരുന്നു, ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, ഒരു വൈബായിരുന്നു. ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ജർമ്മനിയിലൊക്കെ ഉണ്ട്. ജർമ്മനി ഒരു ഭാഗത്ത് തകർന്ന് അടിഞ്ഞിരിക്കുകയാണ്. സാമ്പത്തികമായും സാമൂഹികമായും യൂറോപ്പ് യൂണിയനിലുള്ള പല രാജ്യങ്ങളും തകർന്ന് ഒടിഞ്ഞു കുത്തിയിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു ടോക്ക് എന്താണെന്ന് വെച്ചാൽ ബാക്ക് സ്റ്റാബ് നടത്തിയത് ജൂതനാണ്. 2 ഭാഗത്തും ഫണ്ട് ചെയ്തതും ആയുധങ്ങൾ സപ്ലൈ ചെയ്തതും ജൂതന്മാരാണ്. അവരാണ് യൂറോപ്പിനെ തകർത്തത് എന്നുള്ള ഒരു ടോക്ക്. സത്യമോ അസത്യമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. നമ്മളിങ്ങനെയാണ് ചരിത്രം പഠിക്കുന്നത്, ചരിത്രത്തിലെ വേരുകളൂനി പൊതുവെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു അസംഷൻ പ്രകാരം ജൂതന്മാരെ കൊന്നൊടുക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും പോയിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ അതിൽ പ്രമാണിയായി ചരിത്രം തങ്കലിപികളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഹിറ്റ്ലറിൻ്റെ പേര് മാത്രമാണ്. ഹിറ്റ്ലർ ചെയ്തിട്ടുണ്ടില്ല എന്നല്ല, പക്ഷേ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇതിലുണ്ട്. എല്ലാവരും അടിച്ചു പുറത്താക്കിയിട്ടുണ്ട് ഇവർ. അത് ഫ്രാൻസ് ആയാലും സ്പെയിൻ ആയാലും മറ്റുള്ള രാജ്യങ്ങളായാലും ഓസ്ട്രിയ ആയാലും ഹംഗേറി ആയാലും റൊമാനിയ ആയാലും റഷ്യൻ റിപ്പബ്ലിക്കിലുള്ള രാജ്യങ്ങളായാലും ചെക്ക് റിപ്പബ്ലിക് രാജ്യങ്ങളായാലും ഇവരൊക്കെ ജൂതനെ ആട്ടി ഓടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. അന്ന് ഒരു ഗതിയും പരഗതിയുമില്ലാത്ത ജൂതന്മാർ പിടിച്ചു നിൽക്കാൻ നോക്കി. പക്ഷെ അവരെല്ലാവരും കൊന്നൊടുക്കുകയുണ്ടായത്. അങ്ങനെ കൊന്നൊടുക്കിയിട്ട് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബാക്കിയുള്ള കുറച്ച് ജൂതന്മാർ അവരുടെ ഒരു സ്വതന്ത്ര ഭൂമി അല്ലെങ്കിൽ എന്ന നിലക്ക് പലസ്തീനിൽ വന്നിട്ട് കുടിയേറിയാനുണ്ടായത്. 1947 അതിനു മുന്നേ കുടിയേറാനുണ്ടായത്. അന്ന് അവിടെ ചെറിയൊരു ഭൂമി പണം കൊടുത്തവർ കൈക്കലാക്കിയിട്ട് പിന്നീട് അവരെ ആ ലാൻഡ് എക്സ്പാൻഡ് ചെയ്ത് എവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് ഇന്ന് ലെബനാനിൽ കാണുന്ന ഫൈറ്റ്. ലെബനാൻ സൗത്തേൺ ലെബനാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം സദേൺ ലെബനാനിലാണ് ഇവരുടെ ബോർഡറുകളിൽ ഇവർക്ക് വ്യാപിക്കാനുള്ള ഇനി ഭൂമിയുള്ളത്. അവിടെ കുറച്ച് വീടുകളും കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. ആ കൃഷിയൊക്കെ ഇവർ പ്ലാൻ ബൈ പ്ലാൻ, ഈ കൃഷിയൊക്കെ കഴിഞ്ഞ 2 വർഷങ്ങളോളമായി പല ചെറിയ ഫൈറ്റർ ജെറ്റുകളിലും ചെറിയ ഹെലികോപ്റ്ററുകളിലുമൊക്കെ മെഷീൻസ് പിടിപ്പിച്ചിട്ട് വൈറ്റ് ഫോസ്ഫറസ് അതുപോലുള്ള മാരകമായ കെമിക്കൽസ് കൊണ്ടുപോയി സൗതേൺ ലെബനാനിലെ കൃഷിയിടങ്ങളിൽ ഇവർ സ്പ്രേ ചെയ്യുന്നു. എന്തിനാണെന്ന് വെച്ചാൽ കൃഷിയൊക്കെ കരിഞ്ഞു ഉണങ്ങി നശിച്ച് ഭൂമി ബെയർ ലാൻഡാണ്. എങ്ങനെയാണ് ഒരു രാജ്യങ്ങൾ ഭൂമി പിടിച്ചെടുക്കുന്നതിൻ്റെ സ്റ്റൈലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാടുകളിലെങ്കിൽ കാട് തെളിക്കുന്നു പറഞ്ഞ പോലെ ഒരു ബെയർ ലാൻഡാക്കും. അവിടെ ജനവാസം ഉണ്ടാകരുത്, അവിടെ കൃഷി ഉണ്ടാകരുത്, അവിടെ ജീവൻ്റെ ഒരു തുടിപ്പ് പോലും ഉണ്ടാകരുത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പെട്ടെന്ന് കയറി ആധിപത്യം ഉണ്ടാക്കാനും വേലി കെട്ടാനും
രാജ്യം സ്ഥലം കീഴടക്കുന്നത് മാപ്പ് വലുതായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ഒരു രീതി. അപ്പോൾ അതാണിപ്പം ഈ നെതന്യാഹുവും മറ്റേ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്ററൊക്കെ പറഞ്ഞത്, ഞങ്ങൾക്ക് സദൻ ലെബനാനെ ആക്രമിക്കാണ്ടിരിക്കാൻ പറ്റത്തേ ഇല്ല, അതിൽ ജാതിയോ മതമോ അല്ല, ഞങ്ങൾക്കങ്ങനെ മുസ്ലിങ്ങളെ മാത്രമേ ഞങ്ങൾ ആക്രമിക്കുന്നു, മുസ്ലിം രാജ്യങ്ങൾ മാത്രം കൊല്ലുന്നു ഇവിടെ എഴുതിയിട്ടൊന്നുമില്ല, ഞങ്ങളെല്ലാവരും ക്രിസ്ത്യൻസിനെ ആക്രമിക്കും, മുസ്ലിംസിനെ ആക്രമിക്കും, പിന്നെ ബഹുദൈവ ആരാധകരെയും ആക്രമിക്കും. ഇവരെ ഒരു പ്രത്യേകമായിട്ടുള്ള മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഈ സങ്കീർണമായ അല്ലെങ്കിൽ ലോകത്ത് സമാധാനം പുലരരുത്, ലോകത്ത് സമാധാനം ഉണ്ടാകരുത്, ലോകത്തെന്നും വിഷയങ്ങളും പ്രശ്നങ്ങളും തീപിടുത്തവും നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ഈ ഒരു വർഷത്തിൽ കാണാൻ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ലോകത്തിൻ്റെ പല ഭാഗത്തും ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിൽ നിന്നും റിഫൈനറികൾ വെറുതെ കിടന്ന് കത്തുക, ഒരു കാരണമില്ലാതെ ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും മറ്റേതും പറഞ്ഞിട്ട് റിഫൈനറി ഇങ്ങനെ കത്തുക. ഉക്രൈനെ ഫണ്ട് ചെയ്തുകൊണ്ട് ഉക്രൈനിൽ എന്ത് ആസ്തിയാണ് ഉള്ളത്, ഉക്രൈനിൽ എന്ത് തേങ്ങയാണുള്ളത് ഇത്രക്കാര്യം ഡ്രോൺ ഉണ്ടാക്കാനും ഇത്രയും ഫണ്ട് വരുന്ന ഉക്രൈന് വരുന്നത്? ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഉള്ള ബ്ലാക്ക് റോക്കും ബ്ലാക്ക് സ്റ്റോണും പോലെയുള്ള വൻ ജൂത കുത്തകകളുടെ സപ്പോർട്ടല്ലാതെ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. എന്നാലും ആരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ളത്? ഉക്രൈനിനെ ഇങ്ങനെ റഷ്യ ആക്രമിക്കാൻ വേണ്ടി റഷ്യൻ നഗരമായ മോസ്കോയിൽ വരെ ഇന്ന് ആക്രമണം എത്തിയിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് സമാധാനം പുലരരുത് എന്ന് നിർബന്ധമുള്ള ഒരു കൂട്ടം ജൂതർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിണിയാളുകളും അവരുടെ കുത്തക കമ്പനികളും ഫണ്ടിങ് നടത്തുന്ന ഈ യുദ്ധം ഇന്നോ നാളെയോ മറ്റന്നാളെയോ അല്ല, ഈ ഒരു നൂറ്റാണ്ടിൽ തന്നെ തീരുമെന്നുള്ളത് ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഇന്ന് നടന്ന യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഈ പീസ് ഡീലിനുള്ള ഭംഗം വരുത്തിയ ഇസ്രായേലിൻ്റെ പ്രവർത്തികൾ ഇതൊക്കെയാണ്. ബാക്കിയുള്ള ന്യൂസ് അപ്ഡേറ്റുമായി നാളെ കാണും വരെ ബൈ.